ഹായ് ഓൾ. അപ്പൊ എല്ലാവർക്കും എജു കണക്കിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് മാത്സ് എടുക്കാനാണ് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോ ഇന്ന് ഏപ്രിൽ 24 അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കിടിലം പോലത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറെ ദിവസങ്ങളായി നിങ്ങൾക്ക് എന്താണ് ക്ലാസ് നടന്നു പോകുന്നു അല്ലെ. ആദ്യത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ വന്നിട്ട് ഇന്നും നാളെയും ഞാനാണ്. നാളെ മാത്സ് അല്ല, നാളെ എന്താണ് ഇംഗ്ലീഷ് ആണ്. ഓക്കെ, നാളെ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ എന്താടാ ഇന്ന് മാത്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്നും നാളെയും ഞാനായിട്ട് നിങ്ങൾക്ക് എടുക്കും. അപ്പൊ ഞാനിന്ന് മാത്സിൽ എന്താണ് എടുക്കാൻ പോകുന്നത്? മാത്സിൽ നിങ്ങൾ ആദ്യത്തെ പാഠമായിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്ന പാഠമാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം എന്താടാ 7:05 ഒരു 7:05 ആ ഒരു സമയമായി അല്ലെ, 7:05 അങ്ങനെ ഒരു സമയമായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യടാ, ഒരു 7:30 നമുക്ക് എന്ത് ചെയ്യടാ തീർക്കാം. 7:30 ഒന്നും വേണ്ടി വരില്ല, ചെറിയ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യടാ തീർക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് തന്നെയാണ് ഇത്. ഓക്കെ, അപ്പൊ എന്താടാ നേരത്തെ തന്നെ ക്ലാസ്സിലേക്ക് പോട്ടെ. ഓക്കെ, അപ്പൊ അധികം ഒന്നും പറഞ്ഞിരിക്കുന്നില്ല. കമന്റ്സ് ഒക്കെ വായിക്കണം എന്നൊക്കെ ഉണ്ട്. കമന്റ്സ് കുറവായിരിക്കും ഇന്ന്, കുറച്ച് പിള്ളേരൊക്കെ കുറവായിരിക്കും, പ്രശ്നമില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിയുന്ന സമയത്ത് എല്ലാവരും കണ്ടോളൂ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ളത് നാളെ ഒരു ദിവസം കൂടി ഉണ്ട് അല്ലെ. നാളെ ഒരു ദിവസം കൂടി ഉണ്ട്. 1699 രൂപയുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ. പിന്നെ എത്ര രൂപയാവൂടാ? 2499 രൂപയാകും. ഓക്കെ, ബാച്ച് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. 1699 രൂപ ഇപ്പൊ ഉണ്ട്. ഓക്കെ, ഇപ്പൊ എന്നുവെച്ചാൽ നാളെ എന്താണ് 12 മണി ആവുന്നവരെ, നാളെ 12 മണി അല്ലെങ്കിൽ മറ്റന്നാൾ 12 മണി ആകുന്നവരെ നിങ്ങൾക്ക് എന്താ ഈ ഓഫർ ഉണ്ട്. ഓക്കെ, ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് നേടാ ക്ലാസ്സിലേക്ക് വേഗം തന്നെ പോയിക്കൂടെ. ക്ലാസ്സിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, വേഗം തന്നെ പോകുന്നു. അപ്പൊ എന്താടാ ആദ്യം നമുക്ക് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ ശ്രേണി എന്താ നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം. എന്താണ് ശ്രേണി? ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താടാ, കുറച്ച് എന്തെങ്കിലും സാധനത്തിന് നിരനിരയായിട്ട് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാടാ, ശ്രേണി എന്ന് വിളിക്കുക. എന്തെങ്കിലും ഏത് സാധനത്തിന് നമ്മൾ എന്താണ് ഒരു നിരനിരയായിട്ട് ഒരു പ്രത്യേക നിയമപ്രകാരം നമ്മൾ വെക്കുന്നതിനെയാണ് ശ്രേണി എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ശ്രേണി എന്നാണ് മനസ്സിലായല്ലോ. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാലോ, ഇവിടെ 3 ഡോട്ട് ഉണ്ട് അല്ലെ. 1 2 3 ഡോട്ട് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 1 2 3 4 5 6 ഇവിടെ 6 ഡോട്ട് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ഇവിടെ 10 ഡോട്ട് ഉണ്ട് അല്ലെ. അങ്ങനെ എത്രയുണ്ട്? 3 6 10 അല്ലെ. നമുക്ക് ഇതൊരു ശ്രേണിയാന്ന് വിളിച്ചൂടെ? ഇതെന്താടാ, ഇതൊരു ശ്രേണിയാണ്. 3 6 10 എന്ന് പറയുന്ന ഒരു ശ്രേണിയാണ്. നമുക്ക് എന്ത് ചെയ്യടാ പറയാൻ പറ്റും. ഇതാ 1 3 5 ശ്രേണിയാണ്. 1 4 9 16 അല്ലെ, അതൊരു ശ്രേണിയാണ്. നമുക്ക് എന്ത് ചെയ്യടാ, ഇതൊക്കെ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണിയാണെന്ന് പറയാൻ പറ്റും അല്ലെ. എന്ത് സാധനത്തിനെയും നമുക്ക് എന്ത് ചെയ്യടാ നിരനിരയായിട്ട് വെച്ചാൽ നമുക്ക് അതിനെ ശ്രേണി എന്ന് വിളിക്കാം. ഓക്കെ, ശ്രേണി എന്ന് വിളിക്കാം. അപ്പൊ ശ്രേണിനെ പറ്റി നിങ്ങൾക്ക് എന്താടാ അധികം അറിയാനൊന്നുമില്ലല്ലോ. ഈ പാഠം അത്രയും സിമ്പിളാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താടാ, നിങ്ങൾക്ക് എന്തുണ്ട്, അത്യാവശ്യം മാർക്കുള്ള ചാപ്റ്റർ തന്നെയാണ് ഇത്. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഭാഗത്തുനിന്ന് വരുന്നതല്ല, ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. എന്റെ ക്ലാസ് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയിക്കണം. എന്റെ മാത്സ് ഇങ്ങനെയാണ് ഈ കൊല്ലം എടുക്കുന്നത് എന്ന് മാത്രം നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ലൈവ് ആണ് ഇത്. ഓക്കെ, അധിക സമയം കളയണ്ടല്ലോ, വേദന എടുത്തൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താടാ നമ്പർ സീക്വൻസ് എന്താണെന്ന് നോക്കാം. നമ്പർ സീക്വൻസ്, സംഖ്യാശ്രേണി എന്ന് വെച്ചാൽ എന്താടാ, സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ അകത്ത് എന്തായിരിക്കും, നമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. നമ്പേഴ്സ് അതിലുണ്ടാവും. അപ്പൊ ദ സെറ്റ് ഓഫ് എ നമ്പേഴ്സ് അക്കോർഡിംഗ് ടു എ സ്പെസിഫിക് റൂൾ എന്ന് വെച്ചാല് ഒരു പ്രത്യേക നിയമപ്രകാരം എഴുതുന്ന സംഖ്യകളുടെ ഒരു നിരയാണ് അല്ലെ. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, നേരത്തെ എന്തിന്റെ നിരയാണ് നമ്മൾ എന്താ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തിന്റെ നിരയായിരുന്നു സീക്വൻസ്. പക്ഷെ ഇവിടെ നമ്പർ അല്ലെങ്കിൽ സംഖ്യകളുടെ ഒരു നിരയാണ് സംഖ്യാശ്രേണി. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാ എക്സാമ്പിൾസ് നോക്കടാ. 11 21 31 41 അല്ലെ, നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. 1 4 9 16 25 അല്ലെ, ഇതൊക്കെ ഒരു ശ്രേണിയാണ് അല്ലെ. ഇത് എന്തിന്റെ ശ്രേണിയാടാ? ഇത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ അല്ലെ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇന്ത്യ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ പൂർണ്ണവർഗക്കാരുടെയാണ് അല്ലെ. പൂർണ്ണവർഗമാണ്, ഇതെല്ലാം പൂർണ്ണവർഗമാണെന്ന് നമുക്ക് എന്ത് ചെയ്യടാ പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യടാ, ഇതൊക്കെ മനസ്സിലായല്ലോ. ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഓക്കെയാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യടാ അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നടാ പോകുന്നത്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന
എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതാ ഞാനിപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇത് 2 4 6 8 10 ഓക്കെ എക്സെട്ര. ഓക്കെ 1 4 6 9 10 അല്ല 9 16 എക്സെട്ര. ഓക്കെ അതുപോലെ തന്നെ 1 3 5 7 എക്സെട്ര കൊടുക്കുന്നേ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏതെല്ലാം അരിത്തമെറ്റിക് സീക്വൻസ്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലാതെ? അപ്പൊ നിങ്ങൾ ചോദിക്കുക അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നില്ല, പിന്നെ ഇങ്ങനെ പറയാൻ ചോദിക്കും അല്ലെ? അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 4 6 8 10 ഇതെല്ലാം എന്താണോ ഒരു പ്രത്യേക രീതിയിലാ പോകുന്നത്, ഒരു പ്രത്യേക രീതിയിലാ പോകുന്നത് അല്ലെ? എന്താണ് 2 4 ആവുന്നു, 4 6 ആവുന്നു, 6 8 ആവുന്നു, 8 10 ആകുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? എന്ത് നമുക്ക് അവിടെ പറയാൻ പറ്റും? എന്തോ ഒരു നമ്പർ മാത്രമേ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, കൂട്ടിപ്പോകുന്നുള്ളൂ. ഓക്കെ ഇവിടെ ഒരു നമ്പർ മാത്രമേ കൂട്ടിപ്പോകുന്നുള്ളൂ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ പറയാൻ പറ്റും. ഓക്കെ പിന്നെ ഇത് 1 4 ആവുന്നു, 4 6 ആവുന്നു, 6 ഇല്ലേ? ഇവിടെ 6 ഇല്ല. ഓക്കെ സോറി, ഇവിടെ 6 ഇല്ല കേട്ടോ, ഇവിടെ 6 ഇല്ല. 6 ഇവിടുന്ന് വന്നേ. 1 4 ആകുന്നു, 4 എന്താകുന്നു 9 ആകുന്നു, 9 16 ആകുന്നു അല്ലെ? അപ്പൊ നമുക്ക് എന്താ ഇവിടെ എന്തോ കൂടി പോകുന്നുണ്ട്. പക്ഷെ ഇതെന്താന്നടാ, ഇത് 3 കൂടുന്നുണ്ട് അല്ലെ? ഇത് എത്ര കൂടുന്നുണ്ട്? ഇത് 5 കൂടുന്നുണ്ട്. ഇത് എത്ര കൂടുന്നുണ്ട്? 7 കൂടുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് പറയാം ഇത് 3 5 7. അപ്പൊ കൂടുന്നത് എന്താ? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നമ്പർ മാത്രമല്ല കൂടിപ്പോകുന്നത്. ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ? 1 3 ആവുന്നു, എത്ര കൂടിയടാ? 2 കൂടുന്നു. ഇതുപോലെ തന്നെ 3 5 ആവുന്നു, അതും 2 കൂടുന്നു. ഇതാ 5 7 ആവുന്നു, 2 കൂടുന്നു. ഇതെത്രയാ? ഇത് 2 2 തന്നെ കൂടിപ്പോകുന്നു അല്ലെ? 2 2 തന്നെ കൂടിപ്പോകുന്നുണ്ട്. ഓക്കെ 2 2 തന്നെ കൂടിപ്പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാടാ? അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വെച്ചാല് ഒരേ നമ്പർ തന്നെ കൂട്ടി പോകുന്ന ശ്രേണികളെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ഒരേ നമ്പർ തന്നെ എന്ന് വെച്ചാല് സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ and proceeding by adding one number again and again അല്ലെ? again and again is called arithmetic sequence. എന്ന് വെച്ചാൽ എന്താടാ, ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരു സംഖ്യയിൽ തന്നെ വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണിയെ സമാന്തര ശ്രേണി എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? സമാന്തര ശ്രേണി എന്താണെന്ന് മനസ്സിലായല്ലോ? ഇത് ബേസിക് ലെവലായിട്ടുള്ള സമാന്തര ശ്രേണി എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ 2 5 8 11 14 അല്ലെ? ഇവിടെ എന്താണ്? ഇവിടെ എന്ത് കൂടി പോകുന്നുണ്ടാ? ഇവിടെ കൂടി പോകുന്നത് എത്രയാ? ഇവിടെ കൂടി പോകുന്നത് എത്ര കൂടി പോകുന്നുണ്ട്? 2 5 ആവുന്നെന്ന് വെച്ചാൽ 3 കൂടുന്നുണ്ട് അല്ലെ? 5 8 ആവുന്നെന്ന് വെച്ചാൽ അവിടെയും 3 കൂടുന്നുണ്ട്. അതുപോലെ തന്നെ 8 11 അതാവുന്ന 3 കൂടുന്നുണ്ട്. അതുപോലെ തന്നെ 11 14 ആവുന്നുണ്ട്, 3 കൂടുന്നുണ്ട്. ഓക്കെ 10 7 ആവുന്നുണ്ട്, അതുപോലെ 7 4 ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ 4 1 ആവുന്നുണ്ട്, അതുപോലെ തന്നെ 1 -2 ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാടാ? ഇവിടെ -3 കുറയുന്നുണ്ട് അല്ലെ? -3 ആണ് ഇവിടെ കൂട്ടുന്നത് അല്ലെ? എന്ന് വെച്ചാല് 3 കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് ഇവിടെ പറയുന്നുണ്ട് അല്ലെ? 3 കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് ഇവിടെ പറയാം. അപ്പൊ 3 കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയടാ? -3 കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മുന്നിൽ മൈനസ് ഇടും, പിന്നെ എത്രയാണോ കുറയുന്നത് 3 കുറയും. ഓക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ അല്ലെ? അരിത്തമെറ്റിക് സീക്വൻസ് ഏകദേശം ബേസിക് ആർന്നല്ലോ. ഇനി നമുക്ക് എന്താടാ ഇതിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അതാ 3 6 9 12 ഞാൻ എക്സെട്ര ഇട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കൂ ഇവിടെ ആ ഒരു കാര്യം പറയില്ല, ഇവിടെ എക്സെട്ര നമ്മൾ ഇട്ടിട്ടുണ്ട് കുറെ ഡോട്ട്. അതെന്താന്ന് വെച്ചാൽ ആ സീക്വൻസ് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഈ 14 കൊണ്ട് ആ ശ്രേണി അവിടെ അവസാനിച്ചിട്ടില്ല. ഓക്കെ ഒരു ശ്രേണി കൊണ്ട് അവിടെ എന്തില്ല, അവസാനിച്ചിട്ടില്ല നമുക്ക് എന്ത് ചെയ്യടാ പറയാൻ പറ്റും. അത് കഴിഞ്ഞ് ഇവിടെ ഒരു കൊമ ഇടാൻ പറ്റും കേട്ടോ. കൊമ ഇട്ട് കുറെ ഡോട്ട് ഇനിയും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ആ സീക്വൻസ് അവസാനിച്ചിട്ടില്ല നമുക്ക് പറയാൻ പറ്റും. ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസ് അവസാനിച്ചിട്ടില്ല, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അവസാനിച്ചില്ല, ഈ ഒരു സീക്വൻസും എന്ത് ചെയ്യില്ലടാ അവസാനിച്ചിട്ടില്ലടാ. ഇവിടെ ഒന്നും അവസാനിച്ചതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ലടാ കാണുന്നില്ല. കാരണം എന്നാ സീക്വൻസ് ചിലതൊക്കെ അവസാനിക്കാറില്ല. പക്ഷെ ഞാൻ ഇവിടെ എന്ത് കൊടുത്തിട്ടില്ല, എക്സെട്ര കൊടുത്തിട്ടില്ല. എന്തിനാടാ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനാ. ഓക്കെ അപ്പോ ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. ഇവിടെ 3 നിന്ന് തുടങ്ങി 12 അവസാനിച്ചു. 3 തുടങ്ങിയ സീക്വൻസ് 12 അവസാനിച്ചു. 6 9 ഉണ്ട് അല്ലെ? 6 ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് 9 ഉണ്ട്. 6 9 12. ഓക്കെ 3 6 9
12 എന്ന് പറയുന്ന നമ്പറാണ്, അല്ല ഒരു ശ്രേണിയാണ്. ഓക്കെ, ഈ ശ്രേണി എന്താകുന്നുണ്ട്, ഇവിടെ എന്ത് കൂടി പോകുന്നുണ്ട്, 3 6 3 കൂടി പോകുന്നുണ്ട്, പിന്നെ എന്താ ചെയ്യുന്നുണ്ട് 3 കൂടി പോകുന്നുണ്ട്, പിന്നെ എന്ത് കൂടി പോകുന്നുണ്ട് 3 കൂടി പോകുന്നുണ്ട് അല്ലെ, അങ്ങനെ 12 ആയി അല്ലെ. ഓക്കെ അല്ലേ, അത്ര വരെ ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കണ്ട, ഈ 3 എന്ന് പറയുന്ന ആദ്യത്തെ ടേം അല്ലെ, ആദ്യത്തെ എന്താണ് സീക്വൻസിലെ ആദ്യത്തെ ആളാണ്. ആ ആദ്യത്തെ ആളെ വിളിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് ഇത്, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താന്ന് വെച്ചാല് കാണിച്ചു തരാലോ. ഇതിനെ വിളിക്കുന്ന പേര് എന്ന് വെച്ചാല് ഫസ്റ്റ് ടേം എന്നാ വിളിക്കുക. എന്ത്, ഫസ്റ്റ് ടേം എന്ന് വിളിക്കും, ഫസ്റ്റ് ടേം എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെന്താടാ വിളിക്കുക, ഇതിനെന്താ വിളിക്കുക, ഇതിനെ സെക്കൻഡ് ടേം എന്ന് വിളിക്കും. ഇതിനെന്ത് വിളിക്കും, തേർഡ് ടേം എന്ന് വിളിക്കും. ഇതെന്താ അടിയിൽ n. അപ്പൊ നമുക്ക് അതെന്താന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ ഇത് സീക്വൻസ് എഴുതി പോയി. ഇത് ഒന്നാമനെ നമ്മൾ എന്ത് വിളിക്കും, ഫസ്റ്റ് ടേം, രണ്ടാമനെ സെക്കൻഡ് ടേം, മൂന്നാമനെ എന്താടാ വിളിക്കുക, മൂന്നാമത്തെ ടേമിന് എന്ത് വിളിക്കും, തേർഡ് ടേം. ഓക്കെ, അതിപ്പോ 20ാമത്തെ ടേം, 20ാമത്തെ ആളാണെങ്കിൽ 20th ടേം എന്ന് പറയും. ഓക്കെ, ഈ 12 എന്ന് പറയുന്നത് എന്താടാ, 12 ഈ 9 കഴിഞ്ഞ് 12ൽ അവസാനിച്ചു. 12ൽ ഈ ശ്രേണി അവസാനിച്ചു കഴിഞ്ഞു അല്ലെ, 12ൽ ഈ ശ്രേണി അവസാനിച്ചു കഴിഞ്ഞു. അപ്പൊ എന്താടാ, അവസാനിച്ചു കഴിഞ്ഞാല് അവസാനത്തിന് എന്താ പറയാ, അവസാന പദം എന്നാ വിളിക്കുക അല്ലെ. അവസാന പദം അല്ലെങ്കിൽ എന്താണ് എന്നാം പദം എന്നാ വിളിക്കുക. എന്നാം പദം ഒന്നെങ്കിൽ nth ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം എന്ന് വിളിക്കുക. അപ്പൊ ലാസ്റ്റ് ആയ ആളെയാണ് നമ്മൾ എന്ത് ചെയ്യാടാ xn എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിക്കുക. ചിലപ്പോ ഇതെന്താ, ഇത് 4 പദം, നമുക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യടാ, ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം, ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും എഴുതാം. അയ്യോ സോറി, ഇതിനെ നമുക്ക് ഇതാ ഇങ്ങനെ എഴുതാം. ഇത് ശരിയാണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാ, നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാൻ വേണ്ടിട്ട് ഇതിനെ നമ്മൾ പറയുന്നത് എന്താടാ, ഇതിനെ നമ്മൾ പറയുന്നത് ലാസ്റ്റ് ടേം എന്നാണ് അല്ലെ. ലാസ്റ്റ് ടേം എന്നാ പറയാം, ലാസ്റ്റ് ടേം. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലാസ്റ്റ് ടേം എന്നാ നമ്മൾ എന്ത് ചെയ്യടാ വിളിക്കുക, എന്ത് ചെയ്യാ അറിഞ്ഞിരിക്കുക. ഓക്കെ, ലാസ്റ്റ് ടേം. ഓക്കെ അല്ലേ, ഇത്ര വരെ ഓക്കെ അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നടാ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യടാ, ഇനി ടേംസ്. എന്താണ് ടേംസ്, ടേംസിനെ നമ്മളിപ്പോ പറഞ്ഞു. ടേംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിനെയാണ് നമ്മൾ ടേംസ് എന്ന് പറയാ. കണ്ടാ, ഇതിനെയാണ് നമ്മൾ ടേംസ് എന്ന് പറയാ. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യടാ ടേംസ് എന്ന് വിളിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ ടേംസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ടേമിനെ എന്ത് വിളിക്കും, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടേം വിളിക്കുന്നത് എക്സിന്റെ അടിയിൽ 1. ലാസ്റ്റ് ടേമിന് എന്ത് വിളിക്കും, ലാസ്റ്റ് ടേം അല്ലെ nth ടേമിനെ നമ്മൾ എന്ത് വിളിക്കും, ഇങ്ങനെ വിളിക്കും. എക്സ് എഴുതും, അതിന്റെ അടിയിൽ n എഴുതും. ഓക്കെ, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരാൾ വന്നിട്ട് കോമൺ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് ആരാടെ കോമൺ ഡിഫറൻസ് എന്ന് എനിക്ക് ചോദിക്കും. വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് വീണ്ടും വരാം. അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് വീണ്ടും വരുന്നതാണെങ്കിൽ എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ, ആ സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ എന്തായിരുന്നു, ആ സ്റ്റാർട്ടിങ് വിത്ത് നമ്പർ എന്ന് പറയുന്നത് ഞാൻ നമ്മൾ എന്ത് ചെയ്യടാ ഫസ്റ്റ് ടേം എന്ന് വിളിക്കാം. ഓക്കെ, ഫസ്റ്റ് ടേം വിളിക്കാം. ഓക്കെ, പ്രൊസീഡിങ് ബൈ ആഡിങ് 1 നമ്പർ, ആ 1 നമ്പറിനെ വിളിക്കുന്നതാണ് ഡി അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. ഓക്കെ, ആ 1 നമ്പറാണ് കോമൺ ഡിഫറൻസ്. ഒരേ നമ്പർ തന്നെയല്ലേ കൂട്ടി പോകുന്നത്, ആ കൂട്ടി പോകുന്ന ആ ഒരു നമ്പർ, ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കാടാ കോമൺ ഡിഫറൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കടാ അതിന് ഡി എന്നാടാ വിളിക്കുക, ഡി എന്ന് വിളിക്കും, ഡി എന്ന് വിളിക്കും. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ഇതാ കോമൺ ഡിഫറൻസ് എന്താ നമുക്ക് കൂടുതലായിട്ട് അറിയാം. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എന്താടാ, ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പർ, ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പറിനെയാണല്ലടാ ഡി എന്ന് വിളിക്കുക. എന്ന് വെച്ചാല് ഞാനിപ്പോ ഒരു സീക്വൻസ് എടുക്കുന്നതാണെങ്കിൽ, ഇപ്പൊ ഒരു സീക്വൻസ് എടുക്കുന്നതാണെങ്കിൽ 1 4 അതുപോലെ തന്നെ എത്രയാ 7 11 അതുപോലെ തന്നെ 14, ഈ ഒരു സീക്വൻസ് എടുക്കുന്നതാണെങ്കിൽ ഈ സീക്വൻസിൽ കൂട്ടി പോകുന്നത് എത്രയാടാ, ഇതിൽ കൂട്ടി പോകുന്നത് എത്രയാ, ഒന്ന് പറഞ്ഞേ. ഇതിന് കൂട്ടി പോകുന്നത് 3 ആണ് അല്ലെ, 3 കൂട്ടി പോകുന്നത് അല്ലെ. ഈ 3നെയാണ് അല്ലെ, ഈ 3നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈ 3നെയാണ് നമ്മൾ വിളിക്കുക കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുക. ഓക്കെ, കോമൺ ഡിഫറൻസ് എന്ന് ഇതിനെയാണ് വിളിക്കുക. ഓക്കെ അല്ലേ, കോമൺ ഡിഫറൻസ് എന്തിനാ വിളിക്കുക, ഇതിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ, വ്യത്യാസം. ഓക്കെ, പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. ഓക്കെ, ഈ കൂട്ടിപ്പോകുന്ന ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യണം പൊതു വ്യത്യാസം എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ, കോമൺ ഡിഫറൻസ്. അപ്പൊ ഇനി പൊതു വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്താ ചോദിക്കും. എടാ
നമുക്ക് ഈ കൂട്ടി പോകുന്നത് 3 തെളിയിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചാൽ പോരെ? എന്ന് വെച്ചാല് ഇപ്പൊ ഞാനൊരു സീക്വൻസ് എടുക്കുന്നതാണെങ്കിൽ എന്ന് വെച്ചാല് ഇതാ ഞാനൊരു സീക്വൻസ് എടുക്കുന്ന വിചാരിക്കേ. ഇതാ അതേ സീക്വൻസ് ഒന്ന് ഒരു മിനിറ്റ് 1 4 അതുപോലെ തന്നെ എത്ര 7 അതുപോലെ 11 14 ഈ ഒരു ഇതെടുക്കുന്നതാണെങ്കിൽ ഇതില് നമുക്ക് ഡി കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? ആ 4ന്ന് 1 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? 3 കിട്ടും അല്ലെ? 4ന്ന് 1 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഡി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് 7ന്ന് 4 മൈനസ് ചെയ്താൽ 3 കിട്ടും അല്ലെ? അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിട്ട് നമുക്ക് 11ന്ന് 7 കുറച്ചാൽ എന്ത് കിട്ടൂടാ? 3 കിട്ടും അല്ലെ? അതുപോലെ തന്നെ എന്താ 14ന്ന് 11 കുറച്ചാല് ഡി കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യടാ? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചാൽ മതി. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് പദങ്ങളില് നമുക്ക് എന്ത് ചെയ്താൽ മതി? പദങ്ങളില് എന്ത് കൂട്ടിയാലും എന്ന് വെച്ചാല് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ടേം ഉണ്ടാവുമല്ലോ, ആ ടേമില് രണ്ടാമത്തെ ടേമിന്ന് ഒന്നാമത്തെ ടേം കുറച്ചാൽ മതി. രണ്ടാമത്തെ ടേമിന്ന് ഒന്നാമത്തെ ടേം കുറക്കാം. എഴുതിക്കൂടെ? രണ്ടാമത്തെ ടേമിന്ന് ഒന്നാമത്തെ ടേം കുറച്ചാൽ മതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യടാ? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കൂടെ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യടാ? ഇത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാ. അപ്പൊ ഈ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് കാണാൻ ഞാൻ ആദ്യം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ എഴുതുന്നു. ഇക്വേഷൻ എന്താടാ? ബി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കുറച്ച് അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. അരിത്തമെറ്റിക് സീക്വൻസ് ഇവിടെ തന്നിട്ടുണ്ട്. 4ന്ന് 1 മൈനസ് ചെയ്താൽ മതി അല്ലെ? 4ന്ന് സോറി ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ. അപ്പൊ ഓക്കെ അതെ 7 എന്താകുന്നു? 10 ആവും. 10 എന്താവും? 13 ആവും. ഓക്കെ, അത് ശ്രദ്ധിച്ചില്ല. 10ന്ന് 7 അല്ലേ ഓർക്കണ്ടേ? 10ന്ന് 7 കുറച്ചാൽ മതി. ഓക്കെ. അത് ഞാൻ കണ്ടില്ല. സോറി. ഒരു മിനിറ്റ്, ഞാൻ അതൊക്കെ മായിച്ചിട്ടുണ്ട്. എത്ര? 10ഉം അതുപോലെ തന്നെ 13. ഓക്കെ അല്ലേ? മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1 4 7 10 13 നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് എത്രയാണ് നമ്മൾ അവിടെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്? 3 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ. 3 എന്ന് പറയുന്ന നമ്പർ അവിടെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 20 15 ആവുന്നു, 15 10 ആവുന്നു, 10 5 ആവുന്നു, 5 0 ആവുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറക്കാം. 15ൽ നിന്ന് 20 കുറക്കാം. അല്ലെങ്കിൽ 20 15 ആവുമെന്ന് വെച്ചാൽ എത്രയാടാ? 5 കുറയാണ്. 5 കുറയാന്ന് വെച്ചാൽ -5. ഓക്കെ, -5 നമുക്ക് പറയാൻ പറ്റും. 2 6 10 14. ഓക്കെ, 2 6 10 2 6 ആവുന്നു, 6 10 ആവുന്നു, 10 14 ആവുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യടാ? സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം കുറച്ചാൽ എത്ര കിട്ടൂടാ? 6ന്ന് 2 കുറച്ചാൽ നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, 4 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ 3 7 11 15 3 7 11 15 എന്ന് പറയുന്ന ശ്രേണിയില്, ഓക്കെ, 3 7 11 15 എന്ന് പറയുന്ന ശ്രേണിയില് നമുക്ക് എന്ത് കിട്ടൂടാ? കോമൺ ഡിഫറൻസ് കിട്ടി കൂടെ? എന്താ മതി? 7ന്ന് 3 മൈനസ് ചെയ്താൽ മതി അല്ലെ? 7ന്ന് 3 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? 4 തന്നെ കിട്ടും. ഓക്കെ, 4 തന്നെ അവിടെ നമുക്ക് കിട്ടും. ഓക്കെ, 2 4 6 8 2 4 6 8 ആണെങ്കിൽ നമുക്ക് എന്താണ് കോമൺ ഡിഫറൻസ്? 2 4 ആവുന്നു, 4 6 ആവുന്നു, 6 8 ആവുന്നു. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? 4ന്ന് 2 മൈനസ് ചെയ്യുക. അത് എത്ര കിട്ടൂടാ? 2 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ 1 5 1 3 5 7 9 അതും നമുക്കറിയാം. 3ന്ന് 1 മൈനസ് ചെയ്താൽ 2 കിട്ടും. ഇനി 8 8 12 11 12ന്ന് 8 മൈനസ് ചെയ്താൽ മതി, നമുക്ക് 4 കിട്ടും. ഓക്കെ, 4 കിട്ടും. 50 45 45 45 40 ആവുന്നു, 40 35 ആവുന്നു. 45ന്ന് 50 കുറച്ചാൽ എത്രയാടാ? -5. ബേസിക് ക്ലാസ്സിൽ പറഞ്ഞുതരാടാ ഇതിന്റെ കാര്യം. ബേസിക് ക്ലാസ്സിൽ പറഞ്ഞുതരും. 5 5 5 5 എന്താണ് ഇത്? വെറുതെ കൊടുത്തേട്ടാ. ഇത് ഞാൻ ഇവിടെ വെറുതെ കൊടുത്തേ. നമുക്ക് എന്താടാ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് അറിയാം? 5ന്ന് 5 കുറച്ചാൽ മതി, 0 കിട്ടും. ഓക്കെ, 0. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തടാ? അത് ഞാൻ സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നടാ? അടുത്തേക്ക് പോകുന്നു.
അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എന്താണ് ഇതെന്ന് വെച്ചാല് ഇത് ഫസ്റ്റ് ടേം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് മേലെ വന്നു പോയതാ എന്ത് ചെയ്യാനാ. ഫസ്റ്റ് ടേം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് x1. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം എത്ര തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 4 തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ടേം നമുക്ക് 2 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് 3 തന്നിട്ടുണ്ട് അല്ലെ. കോമൺ ഡിഫറൻസ് 3 തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ടേം 2 അതിന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 അങ്ങനെ എഴുതുന്നു. ഓക്കെ, കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പൊ നമ്മൾ ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടിപ്പോന്നു. 2ന്റെ കൂടെ 3 കൂട്ടിയാൽ 5, 5ന്റെ കൂടെ 3 കൂട്ടിയാൽ 8, 8ന്റെ കൂടെ 3 കൂട്ടിയാൽ എത്ര? 11 എക്സെട്ര. ഓക്കെ, ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ എക്സെട്ര ഇടാൻ പറ്റും. ലാസ്റ്റ് ടേം തന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ അതായത് സീക്വൻസ് ചെയ്താനാ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതും അങ്ങനെ തന്നെ വന്നു പോയിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ടേം എന്ന് വെച്ചാല് ഫസ്റ്റ് ടേം എന്നാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ടേം എന്താ? 70 ആണ്. 70 ആണ്. പിന്നെ എന്താണ്? -5. -5 എന്ന് വെച്ചാല് 70 നിന്ന് 5 കുറക്കുക. അങ്ങനെയാണെങ്കിൽ 65. പിന്നെ എന്ത് വരും? അതുപോലെ തന്നെ എന്ത് വരും? 60 വരും. പിന്നെന്ത് വരും? പിന്നെന്താ വരിക? 55 വരും. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ടേം തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. വേഗം തന്നെ എടുത്തിട്ടുണ്ട്. മണിക്കൂർ കൊണ്ട് തന്നെ തീർന്നിട്ടുണ്ട് അല്ലെ. മണിക്കൂർ കൊണ്ട് തന്നെ പരിപാടി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇന്നത്തെ ക്ലാസ് സെറ്റ് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ ക്ലാസ്സിൽ എക്സ്ട്രാ നോട്ടൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു ഹോംവർക്ക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഹോംവർക്ക് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ തരാം? ഹോംവർക്ക് ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം, ചെയ്തു നോക്ക്. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം 60ഉം അതുപോലെ തന്നെ nth ടേം ലാസ്റ്റ് ടേം എത്രയാടാ? ലാസ്റ്റ് ടേം എത്ര ഇപ്പം തരുക? ലാസ്റ്റ് ടേം ഇപ്പം തരുന്നതാണെങ്കിൽ അല്ല വേണ്ട, ഫസ്റ്റ് ടേം ഞാനിപ്പോ 60 അല്ലാതെ 4 തരുന്നത്. ലാസ്റ്റ് ടേം ഞാൻ എത്ര തരുന്നത്? ലാസ്റ്റ് ടേം നിങ്ങൾക്ക് ഞാൻ 4 ലാസ്റ്റ് കോമൺ ഡിഫറൻസ് 4. കോമൺ ഡിഫറൻസ് 4. ലാസ്റ്റ് ടേം ഇപ്പൊ എത്രയും 24 തരാം. ഓക്കെ, 24. ലാസ്റ്റ് ടേം 24. എന്ത് ചെയ്യണം? സീക്വൻസ് ചെയ്തണം കേട്ടോ. സീക്വൻസ് എഴുതിക്കോട്ടോ. സീക്വൻസ് എഴുതും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ത് ചെയ്യുന്ന ക്ലാസ് ഞാൻ വേഗം തന്നെ എന്ത് ചെയ്യുന്നു? അതിന്റെ പേന്നു. ഈ ചെറിയ സമയങ്ങളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എന്റെ ക്ലാസ് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നന്ദി ഞാൻ അങ്ങോട്ട് പറയുന്നു. അതുപോലെ തന്നെ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മറന്നു പോകാത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറന്നുപോയത് ഇത്രയും സുവർണ അവസരം ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു കൊല്ലം ഇനി കിട്ടാൻ പോകുന്നില്ല. നിങ്ങളാണ് ഏറ്റവും ഭാഗ്യശാലികളായിട്ടുള്ള ഏറ്റവും വലിയ എന്താണ് ബാച്ച് അല്ലെ. 1699 രൂപക്ക് ഒരു കൊല്ലം പഠിക്കാനാണ് 1700 രൂപ മാത്രം. അപ്പൊ 1700 രൂപക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഏപ്രിൽ 25 ലാസ്റ്റ് ഡേറ്റ്. 1699. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതാ? എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.